അസ്സലാമലൈക്കും. റിനോയുടെ ക്യൂട്ട് എന്ന ഒരു വണ്ടീനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സെയിൽസ് എക്സിക്യൂട്ടീവ് ജിൻസി കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പറയുന്നത്. എൻട്രി ലെവൽ വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചൊരു ബിഗിനേഴ്സാണ് നമുക്ക് വണ്ടി നോക്കുന്നതെങ്കിൽ ഒരു ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് കിഡ് എന്ന് പറയുന്നത്. അതായത് എൻട്രി ലെവൽ വെഹിക്കിളിൽ തന്നെ ഒരുപാട് സേഫ്റ്റി മെഷർമെന്റ്സ് ഒക്കെ ആദ്യം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ വെഹിക്കിൾ വരുന്നത്. ഇപ്പോൾ പ്രൈസിങ് നോക്കുവാണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആയ 5 lakhലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 lakhിലുള്ള എക്സ് ഷോറൂം വരുമ്പോഴത്തേക്ക് ഓൺ റോഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻക്ലൂഡിംഗ് വാറന്റി എല്ലാം ഉൾപ്പെടെ 6,20,000 ആ ഒരു റേഞ്ച് ഒക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ബേസ് മോഡലാ ബേസ് വേരിയന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻട്രി ലെവൽ വെഹിക്കിൾ ആണെങ്കിൽ തന്നെ നമ്മൾ ടയർ പ്രഷർ മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ കൊടുക്കുന്നുണ്ട്, TPMS പറയും. പിന്നെ നമ്മൾ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്, സേഫ്റ്റി മെഷർമെന്റ്. നമുക്ക് ഡ്യുവൽ എയർ ബാഗ്സ് ആണ് വന്നത്, ABS, CBD അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ബേസ് വേരിയന്റിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലൂടെ പവർ വിൻഡോ വന്നിട്ടുണ്ട്, റിമോട്ട് സെന്റർ ലോക്ക് വന്നിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ 8-inch ടച്ച് സ്ക്രീൻ ആണ് വന്നത്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ബേസ് വേരിയന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പ്രൈസിൽ തന്നെ. ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പിന്നെ ടയർ സൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ 14-inch ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നല്ല രീതിയിൽ, 184 ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അത് വരുമ്പോൾ തന്നെ നമുക്കിപ്പോൾ സിറ്റി ഡ്രൈവിലൊക്കെ പോവുകയാണെങ്കിലും ചെറിയൊരു ഹമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഴയത്തൊക്കെ ആണെങ്കിലും എറണാകുളത്ത് വെള്ളം പോകുന്ന സ്ഥലമാണ്, അപ്പൊ നമുക്ക് വണ്ടിക്ക് സേഫ്റ്റി കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ കിഡിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു SUV മിനി SUV ഇൻസ്പേർഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് വരുമ്പോൾ തന്നെ. പിന്നെ നമ്മുടെ ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ കാര്യങ്ങളിലൊക്കെയാണ് വണ്ടി വരുന്നത്. ലോങ് ഡ്രൈവിന് പോകാൻ പറ്റില്ല, സിറ്റി മാത്രമേ. നമ്മുടെ വണ്ടി ജമ്മു ടു സാൻസ് നമ്മുടെ ക്യൂട്ടി ക്ലൈംബർ പോയിട്ടുണ്ട്, ബൈ റോഡ് പോയ ഒരു വീഡിയോസ് പോയിട്ടുണ്ടല്ലേ. നമ്മളുടെ ട്രൈബർ എന്ന് പറഞ്ഞ വെഹിക്കിൾ ആണെങ്കിലും ഈ റീസെന്റ് ആയിട്ട് കൊച്ചി ടു കാശ്മീർ പോയിട്ടുണ്ടല്ലോ. അതല്ലേ ടോപ്പ് വേരിയന്റ് അല്ലേ? ഇല്ല, അത് നമുക്ക് 3 വെഹിക്കിൾസ് ആണ് പറയുന്നത് എനിക്ക് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് കിഡ് എന്ന് പറഞ്ഞ വെഹിക്കിൾ, പിന്നെ ഒരു ടൈഗർ എന്ന് പറഞ്ഞ കോമ്പാക്ട് SUV ഇൻസ്പേർഡ് ഡിസൈൻ എന്ന് പറഞ്ഞത്, ട്രൈബർ എന്ന് പറഞ്ഞത് MPV മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ആയിട്ടാണ് പറയുന്നത്. അത് 7 സീറ്റർ ആണ്, ഒരു ഫാമിലി ബഡ്ജറ്റ് കാർ തന്നെയാണ്. ഒരു 7 സീറ്റർ 7 lakh ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന 7 lakhിലല്ലേ? ഓൺ റോഡ് അല്ലേ? ഓൺ റോഡ് അതെ. ഇന്റീരിയർ ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്, ബ്ലാക്ക് കളർ അല്ലേ? അതെ. ഇത് ബേസ് വേരിയന്റ് ആണ്, RX നമ്മൾ പറഞ്ഞ വേരിയന്റ് ഇതാണ് RX എന്ന് പറയുന്നത്. വരുമ്പോൾ തന്നെ ടച്ച് സ്ക്രീൻ. ഇത് AMT ആണല്ലോ? ഇത് AMT ആണ്. മാനുവലും അവൈലബിൾ ആണ്. മാനുവലിന്റെ പ്രൈസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓൺ റോഡ് പറഞ്ഞത് 6,70,000. എത്ര പറഞ്ഞത്? 6,72,000 ഓൺ റോഡ് പ്രൈസ് ആണ്. അതായത് ഇൻക്ലൂഡിംഗ് എക്സ്ഷോറൂം ഇൻഷുറൻസ്, റോഡ് ടാക്സ്, ഫാസ്ടാഗ്, ബേസിക് ആയിട്ടുള്ള 5 വർഷം വരെയുള്ള വാറന്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്ത പ്രൈസ് എല്ലാം കൂടെ അല്ലേ? എത്ര ദിവസം കൊണ്ട് വണ്ടി നമ്മൾ ബുക്ക് ചെയ്ത് എത്ര ദിവസം കൊണ്ട് കിട്ടും? നമുക്ക് ഫുൾ പേയ്മെന്റ് അഗേൻസ്റ്റ് മാക്സിമം പോയ 7 വർക്കിംഗ് ഡേയ്സ് ആണ്. അതിന് മുന്നേ തന്നെ തരാൻ പറ്റും. EMI ആണെങ്കിലും EMI നമുക്ക് പല ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് റണ്ണിംഗ് ആയിട്ട് 0% വരെ റണ്ണിംഗ് സ്കീംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ മാസം നല്ലൊരു സ്കീം റൺ ചെയ്യുന്ന മാസമാണ്, അതായത് ഡിസ്കവറി ഓഫർ എന്നാണ് പറയുന്നത്. ഈ മാസം ആണെങ്കിൽ അത്യാവശ്യം ഇപ്പൊ കമ്പാരിറ്റീവ്ലി ഓണത്തിനേക്കാളും നല്ല സ്കീമാണ് കൊടുക്കുന്നത്.